ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഒരു 45 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ നടക്കാൻ പോയാൽ മാത്രം പോരാ, നിങ്ങൾ സ്ട്രെങ്ത് എക്സസൈസും കൂടെ ചെയ്യണമെന്നുള്ളത്. അപ്പം സ്ട്രെങ്ത് വ്യായാമങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ പേശികൾക്കൊക്കെ നല്ല ബലമൊക്കെ വർദ്ധിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കാൻ പോകുന്നതുകൊണ്ട് മാത്രം നമ്മുടെ പേശികളുടെ ഒന്നും ബലമൊന്നും വർദ്ധിക്കില്ല എന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊരു 45 വയസ്സിന് മേപ്പോട്ടുള്ളൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് വീട്ടിൽ ചെയ്യാവുന്ന സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ്. ഈ ഒരു വ്യായാമങ്ങൾ നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്യുക. അപ്പം നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ പേശികളുടെ ശക്തി വർദ്ധിക്കും. ഫുൾ ബോഡിയിലെ പേശികളുടെ കരുത്ത് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മെറ്റബോളിസം ഒക്കെ വർദ്ധിക്കാനും നിങ്ങളുടെ ശരീരത്തിന് നല്ല ഒരു ഉണർവും ഉന്മേഷമൊക്കെ ലഭിക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഈ വ്യായാമങ്ങൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. ഓക്കെ, ആദ്യ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെ ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയേറെ ബെനിഫിറ്റുകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ ഒപ്പം ഈ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വ്യായാമങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, നമുക്കപ്പം നേരെ വർക്കൗട്ടിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വ്യായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഈ ഒരു സ്ട്രെങ്ത് എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു 2-3 മിനിറ്റ് ഒന്ന് വാമപ്പ് ചെയ്യണം. നമുക്ക് നമ്മുടെ ബോഡിയെ നമുക്കൊന്ന് വാമപ്പ് ചെയ്തെടുക്കാം. അത് വളരെ അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് സിമ്പിൾ വാമപ്പുകളാണ്. ഞാൻ കാണിച്ചു തരാം. അതേ കണക്ക് നിങ്ങൾക്ക് ഈ വാമപ്പുകൾ ചെയ്യാം. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേ കണക്ക് ഞാൻ നിൽക്കുന്ന നടക്കുന്നതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒരു 8 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നിങ്ങൾക്ക് 8-10 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ കണക്ക് നിന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് വെക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക കൈകൾ ഇങ്ങനെ. ഓക്കെ, ആദ്യമേ നമ്മൾ ക്ലോക്ക് വൈസ് രീതിയിൽ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് 1 2 3 4 5 6 7 8. ഓക്കെ, അതിനുശേഷം തിരിച്ച് 1 2 3 4 5 6 7 8. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൽബോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8. ഓക്കെ, അതിനുശേഷം തിരിച്ച് 1 2 3 4 5 6 7 8. ഓക്കെ, അതും 8 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം 1 2 3 4 5 6 7 8. അതിനുശേഷം അടുത്ത കാല് 1 2 3 4 5 6 7 8. ഇങ്ങനെ 8 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം ഈ കാലുകൾ പതുക്കെ സൈഡിലോട്ട്. ഓക്കെ, 1 2 3 4 5 6 7 8. അതിനുശേഷം അടുത്ത സൈഡിലോട്ട് 1 2 3 4 5 6 7 8. ഓക്കെ, ഇതേ മതി. നിങ്ങളുടെ ഒരു വാമപ്പ് സെക്ഷൻ ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാമപ്പ് ചെയ്യേണ്ടത് മസ്റ്റാണ്. അപ്പം ഞാൻ ഈ ചെയ്ത കണക്ക് തന്നെ നിങ്ങൾ വാമപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതേപോലെ എൻ്റെ ഒപ്പം വാമപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യാനായിട്ട് പോവുക.
ചെയ്യുന്ന വഴി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മെറ്റബോളിസം കുറഞ്ഞിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ആർത്രൈറ്റിസ്, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ജോയിന്റ് പെയിൻസുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ നിങ്ങളുടെ ഫുൾ ബോഡിയും സ്ട്രെങ്തൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ എക്വിപ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ചെറിയ ഡമ്പൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. എൻ്റെ ഇപ്പം നിലവിൽ ചെറിയ ഡമ്പൽസ് അല്ല, വെയിറ്റ് കൂടിയ ഡമ്പലുകളാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡമ്പൽസ് ഉപയോഗിക്കാത്തത്. ഓക്കെ, അപ്പം ഇത് കണക്കുള്ള മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈസെപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ, ബൈസെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഞാൻ ഈ പിടിച്ചിരിക്കുന്നതാണ്, ഇതേ കണക്ക് നിങ്ങൾ ബോട്ടിൽ പിടിക്കുക. ഓക്കെ, അതിനുശേഷം 1 ഇതേപോലെ ബ്രീത്ത് ഇൻ, 2, 3, 4 ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെ ചെയ്യരുത്. ഇത് കണക്ക് സ്റ്റഡി ആൻഡ് കൺട്രോൾ. 4, 5 മസിലിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈസെപ്സിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്തത്. ഇനി അതിനുശേഷം നമ്മൾ ബൈസെപ്സിന് വേണ്ടി തന്നെ നമ്മളിപ്പം ഇങ്ങനെയാണ് ഇത് പിടിച്ചതെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇതേപോലെ പിടിക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. അതിനുശേഷം 1 നൈസ്, 2, 3, 4 താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. 5, 6, 7, 8, 9 കമോൺ കൂടെ ചെയ്യുക. 10, 11 ബൈസെപ്സ് മസിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. 12, 13, 14, 15, 16. ഓക്കെ, അങ്ങനെ നമ്മൾ 16 ചെയ്തിരിക്കുന്നു. അപ്പോൾ 2 വർക്കൗട്ടുകൾ നമ്മൾ ബൈസെപ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ വർക്കൗട്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രൈസെപ്സിന്റെ മസിൽസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനാണ്. അതിലുപരിയായിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഫാറ്റൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആംസിന്റെ നമ്മുടെ കൈകളുടെ വണ്ണമൊക്കെ ഫാറ്റൊക്കെ വളരെ കൂടുതലാണ്. മിക്ക സ്ത്രീകളിലൊക്കെ കാണപ്പെടുന്നുണ്ട് വണ്ണം കൂടുതൽ. അപ്പം അതൊക്കെ കുറയ്ക്കാനും ഈ ഒരു വ്യായാമം സഹായിക്കും. അപ്പം നമ്മൾ ട്രൈസെപ്സിന് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബോട്ടിൽസുകളും നിങ്ങൾ ഇതേ കണക്ക് ഞാൻ പിടിച്ചിരിക്കുന്ന കണക്ക് പിടിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഒരല്പം ഒന്ന് ബെൻഡ് ചെയ്യാം. ഓക്കെ, മുമ്പിലോട്ട് ഇതേ കണക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ഈ ഒരു പൊസിഷൻ. അതിനുശേഷം 1 സ്ക്വീസ്, ഇതേപോലെ സ്ക്വീസ് ചെയ്യുക. ബാക്കിലോട്ട് മാക്സിമം ട്രൈസെപ്സിലോട്ട് ഫോക്കസ് ചെയ്യുക. ഇത്ര മാത്രം കൊണ്ടുവരിക. 2, 3 കമോൺ, 4 ഈസി, 5, 6 സ്ക്വീസ്, 7, 8, 9, 10, 11, 12, very good, 13, 14 and 15, 16. ഓക്കെ, അപ്പോൾ നമ്മൾ 16 നമ്മൾ ട്രൈസെപ്സിന് വേണ്ടി ട്രൈസെപ്സ് കിക്ക് ബാക്ക് എന്ന് പറയുന്ന വർക്കൗട്ട് ചെയ്തു. ഈ ഒരു മസിൽസിന് വേണ്ടിയിട്ട് 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ട്രൈസെപ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ബോട്ടിലിൽ ഇതേപോലെ നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. അതിൻ്റെ ആ ഒരു നെക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിക്കാം. അതിനുശേഷം ഇതേ കണക്ക് വേണ്ട ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് കൈകളൊക്കെ ഇതേ കണക്ക് ഈ ഒരു ചെവിയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം 1 സാവധാനത്തായിട്ട് കൊണ്ടുപോവുക. 2 നൈസ്, 3, 4, 5, 6 ഓക്കെ, ഇങ്ങനെ 7, 8, 9, 10, 11,
വെരി ഗുഡ്. ടോൾ. 13, 14, 15, 16. ഓക്കെ, അങ്ങനെ 16 നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതും നമ്മുടെ ട്രൈസെപ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഈ 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് വെറുതെ എവിടെയെങ്കിലും പോയി ഇരിക്കാനല്ല ഞാൻ പറയുന്നത്. എങ്ങും പോയി ഇരിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് മൂവൊക്കെ ചെയ്യിപ്പിക്കാം ബോഡിയെ. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡർ മസിലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള എക്സസൈസുകളാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേ കണക്ക് ബോട്ടിൽ എടുക്കുക. ഓക്കെ, ഇതേപോലെ. ഓക്കെ, നൈസ്. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ മുകളിലോട്ട് ഉയർത്തുക, ഇതേപോലെ. 1. ഓക്കെ, മാക്സിമം മുകളിലോട്ട് ഉയർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയൊന്നുമല്ല, മാക്സിമം ഇതേപോലെ. അതിനുശേഷം സാവധാനം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക. 2, 3, 4, 5, 6, 7, 8, 9, 10, 11. Very good. Tall. 13, 14, 15, 16. ഓക്കെ, അങ്ങനെ 16 നമ്മൾ ചെയ്തിരിക്കുകയാണ് ഷോൾഡർ മസിലിന് വേണ്ടിയിട്ട്. നല്ല എക്സസൈസ് ആണ്. ഈ ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവർക്ക് നമുക്കറിയാം, ഒരു പ്രായമായിട്ടൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഷോൾഡറിൻ്റെ ഒക്കെ ബലം കുറഞ്ഞു വരുന്നതായിട്ട് അറിയാം. ഈ ഷോൾഡറിനൊക്കെ പെയിൻ ഉണ്ടാവാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത് പോകുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഷോൾഡറിന് വേണ്ടിയിട്ട് അടുത്ത വർക്കൗട്ട് ചെയ്യാം. ലാറ്ററൽ റൈസ് എന്ന് പറയുന്ന വർക്കൗട്ട്. അത് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, ഒരല്പം ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബോഡിയെ ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം ഇത് കണക്ക് പിടിക്കാം. അതിനുശേഷം 1, നൈസ്. 2, കമോൺ. 3, വെരി ഗുഡ്. 4, താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, വെരി ഗുഡ്. 15, വെരി ഗുഡ്. 16, നൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോൾഡർ വർക്കൗട്ട്. ഓക്കെ, അപ്പം ഷോൾഡറിന് വേണ്ടിയിട്ട് നമ്മൾ 2 വർക്കൗട്ട് ചെയ്തു. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ബാക്ക് മസിലിന് വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ബാക്ക് മസിൽ നമ്മുടെ അപ്പർ ബാക്കിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്തെ മസിൽസിന് വേണ്ടിയിട്ട് ബാക്ക് വശത്തെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വാട്ടർ ബോട്ടിൽ നിനക്ക് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ നിൽക്കുന്ന നിങ്ങൾക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഈ ഒരു പൊസിഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കിന് വേണ്ടിയിട്ട്. കമോൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ നിൽക്കുക. അതിനുശേഷം സ്ക്വീസ്, ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്യുക ഇതേപോലെ. 2, 3, 4, 5, സ്ക്വീസ്. 6, 7, 8, 9. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ. 10, 11. ഇവിടെ നല്ല രീതിയിൽ സ്ക്വീസ് ആവണം കൈ. ഓക്കെ, ടോൾ. 30, 40, 50, 60. അപ്പം ഇതാണ് നമ്മുടെ ബാക്കിന് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ട്. അപ്പം നിങ്ങളുടെ ഈ ഒരു അപ്പർ ബാക്ക് ആക്ടിവേഷൻ ആവും. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് നമുക്ക് ചെയ്യാം. കാലുകൊണ്ടുള്ള വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ 2 വർക്കൗട്ടുകൾ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 2 വർക്കൗട്ടുകൾ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് കുറേ കൂടെ സ്ട്രെങ്ത് വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ
ആദ്യം ഇത് കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഞാൻ നിൽക്കുമ്പോൾ കണക്ക് ഡമ്പൽ ഈ ബോട്ടിൽ നിങ്ങൾക്ക് ഇത് കണക്ക് പിടിക്കാം. അതിനുശേഷം നിങ്ങൾ സാവധാനം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴ്ത്തു പോവുക. വെരി ഗുഡ്. നിങ്ങളുടെ കാലുകൾക്ക് നല്ല എക്സസൈസ് ആണ്. ഉയരുക. അതിനുശേഷം ഷോൾഡറിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ ചെയ്യുവാണ്. ഓക്കെ, ഇതേ കണക്ക് അത് നമ്മൾ ഷോൾഡർ പ്രസ് ചെയ്തല്ലേ, അതേ കണക്ക് തന്നെ ഷോൾഡർ പ്രസ് ചെയ്യുന്നു. വീണ്ടും താഴോട്ട് കൊണ്ടുവരുന്നു. ഇത് കണക്ക് കൊണ്ടുവരുന്നു. 2. വീണ്ടും മുകളിലോട്ട്. വെരി ഗുഡ്. താഴോട്ട് കൊണ്ടുവരുന്നു. കോമ്പൗണ്ട് എക്സസൈസ് ആണ്. ഓക്കെ, വെരി നൈസ്. 4, 5, 6, 7, 8. കമോൺ. ആദ്യമൊക്കെ ചെയ്യാൻ പാടായിരിക്കും, പക്ഷെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ലോവർ ബോഡി, നിങ്ങളുടെ അപ്പർ ബോഡി, നിങ്ങളുടെ എല്ലുകളുടെയൊക്കെ ബലം വർദ്ധിക്കും, നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിക്കും. ഒരുപാട് പ്രയോജനങ്ങളാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, വെരി ഗുഡ്. കമോൺ. ആദ്യമൊക്കെ ചെയ്യാൻ അല്പം പാടായിരിക്കും, പക്ഷെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 20 മിനിറ്റ് ചിലവാക്കുന്നതെന്നുള്ള ഒരു ബോധം മാത്രം നമുക്കുണ്ടായാൽ മതി. നമ്മുടെ ബൈക്കുകളും കാറുകളും അല്ല വീട്ടിലെ ഏതെങ്കിലും ഒരു സാധനം റിപ്പയർ ആവുന്ന സമയത്ത് അല്ലെ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഓടിപ്പോയി ശരിയാക്കാറുണ്ട്. ഇപ്പം ചൂട് സമയത്ത് ഫാനിന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓടും ഫാനും അടിച്ചുകൊണ്ട് ഇല്ലേ ശരിയാക്കാനായിട്ട്. അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ബോഡിക്ക് റിപ്പയർ ഒക്കെ എപ്പോഴും ആവശ്യമാണ്. ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ബോഡി തകരാറിലാവും. ഓക്കെ, അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ കാലുകൾക്ക് വേണ്ടിയിട്ടും ഷോൾഡറിന് വേണ്ടിയിട്ട് ഒറ്റ വർക്കൗട്ടാണ് ചെയ്തത്. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഡെഡ് ലിഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡെഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ബോട്ടിലെടുക്കുക. ബോട്ടിലെടുത്തതിന് ശേഷം കമാൺ നൈസ്. കാല് ഒരല്പം വൈഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നതാണെങ്കിൽ കറക്റ്റ് ബോഡി പൊസിഷനൊക്കെ കൃത്യമായിക്കൊണ്ട് തന്നെ ചെയ്യുക. ഇതേ കണക്ക് താഴ്ത്തുകൊണ്ട് വരിക. വെരി ഗുഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Come on. 1, 2, 3, 4, 5, 6. നിങ്ങളൊരു കുറച്ച് ദിവസമൊക്കെ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ലോവർ ബാക്ക് പെയിനും അതിനൊക്കെ തന്നെ ജോയിന്റ് പെയിനുകളും എല്ലാം നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്തു 16 എണ്ണം. ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വർക്കൗട്ടാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ് ലിഫ്റ്റ് നമ്മൾ 16 എണ്ണം ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിന് വേണ്ടിയിട്ട് ലഞ്ചസ് ആണ്. അപ്പം 2 വർക്കൗട്ടുകൾ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്, ലഞ്ചസും അതിനൊക്കെ നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടും. ഓക്കെ, വെരി നൈസ്. ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. കമോൺ. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് മുമ്പോട്ട് വെക്കുക. ഇതേ കണക്ക്. ഓക്കെ, ഇതേ ഒരു പൊസിഷൻ. 1, താഴോട്ട് കൊണ്ടുവരിക. നൈസ്. അടുത്ത കാല് മുമ്പോട്ട് കൊണ്ടുപോവുക. 2, വീണ്ടും അടുത്ത കാല്. 3, നൈസ്. അടുത്ത കാല്. 4. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് ചെയ്യാൻ പാടായിരിക്കും, പക്ഷെ എന്നാലും ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതേ കണക്ക് ബോട്ടിൽ കൈവച്ചതിന് ശേഷം ഇതേപോലെ ചെയ്താൽ മതിയാവും. ഓക്കെ, ബാലൻസ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്ക് ലഞ്ചസ് ഇതേപോലുള്ള ഒരു പൊസിഷൻ വന്നിട്ട് ഓക്കെ 4. വീണ്ടും അടുത്ത കാല് ബാക്കിലോട്ട് വെക്കുന്നു. 5, വീണ്ടും 6, 7, 8,
9, 10. Very nice. 11, 12, 13, 14. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 16 ചെയ്യുക. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡൈനിങ് ടേബിൾ ഇങ്ങനെ കിടക്കുന്ന കാരണം ഒരു ചെറിയ പേടി, കൈ ഇങ്ങനെ ഉയർന്ന സമയത്ത് തട്ടുമോ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം കുറച്ചത്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ കാലുകൾക്കും ഹാംസ്ട്രിങ് ഗ്ലൂട്സിനൊക്കെ നല്ല എക്സസൈസ് ആണ്, സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. അപ്പം ഒരേ സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഷോൾഡർ മസിലും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ, അപ്പം ഇത് കണക്ക് നിങ്ങൾ നിൽക്കുക. ഒന്നെങ്കിൽ ഫ്രണ്ട് ലഞ്ചസ് ചെയ്യാം, ഇത് കണക്ക് നിന്നിട്ട് ഫ്രണ്ടിലോട്ട് കാല് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിന്നതിന് ശേഷം ബാക്കിലോട്ട് കാല് വെച്ചതിന് ശേഷം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്താലും 16 ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് പറയുന്നത് ചെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെസ്റ്റ് മസിൽ, ഷോൾഡർ, ബാക്ക് മസിൽ എല്ലാം ആക്ടിവേഷൻ ആക്കുന്ന പുഷപ്സ് ആണ് ചെയ്യുന്നത്. അപ്പം പുഷപ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ നീ പുഷപ്സ് ചെയ്താൽ മതി. ഓക്കെ, ഒറിജിനൽ ആയിട്ടുള്ള ഒരു പുഷപ്സിന്റെ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീ പുഷപ്സ് ചെയ്യുക. നീ പുഷപ്സ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ ഇതേ കണക്ക് ഫ്ലോറിൽ ഇതേ കണക്ക് കുത്തി വെക്കാം. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ കൈ ഷോൾഡർ വിത്തിൽ വെക്കുക. അതിനുശേഷം സാവധാനം 1, നൈസ്, 2, 3. എൽബോ ഒന്നും ഇങ്ങനെ നോക്കി ചെയ്യരുത്. ഓക്കെ, എൽബോ സ്ട്രൈറ്റ് ആയിരിക്കണം. വെരി നൈസ്. 4, ബ്രീത്ത് ഇൻ. 5, 6, 7, 8, 9, 10, 11, 12, 13, 40, 50, 60. ഓക്കെ, അപ്പം 16 നമ്മൾ ചെയ്യുന്നത്. നിങ്ങളെ കൊണ്ട് മാക്സിമം, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇത്ര റെപ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്നാലും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ പ്രോഗ്രസ് ആവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ചെസ്റ്റിന് വേണ്ടിയിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് ഫ്ലൈസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ചെസ്റ്റ് ഫ്ലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫ്ലോറിൽ ഇത് കണക്ക് കിടക്കാം. ഓക്കെ, ഞാനീ കിടക്കുന്ന കണക്ക് കമാൺ, നിങ്ങൾക്ക് ഇതേ കണക്ക് ബോട്ടിൽ ഇതേ കണക്ക് പിടിക്കാം. ഓക്കെ, ഇതേ കണക്ക് നിങ്ങളുടെ ചെസ്റ്റിന് മുകളിലായിട്ട് ഇതേ കണക്ക് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് പതുക്കെ സാവധാനം ഇതേപോലെ 1, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴെ കൊണ്ടുവരിക. 2, 3. ഇങ്ങനെ കൊണ്ടുപോകരുത് കേട്ടോ, ഇങ്ങനെ കൈ നിവർത്തരുത്. ഒരു അല്പം ബെൻഡ് ചെയ്യണം കൈ. ഇതേ കണക്ക് എൽബോ ഒരു അല്പം ബെൻഡ് ചെയ്ത് കൊടുക്കുക. 4, കൺട്രോൾ. 5, വെരി ഗുഡ്. 6, 7, 8, 9, 10. നിങ്ങളുടെ ചെസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുക. 1, 2, 3, 4, 5, 6. ഓക്കെ, അങ്ങനെ 16 ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ചെയ്ത ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. പക്ഷേ ഞാൻ എത്രമാത്രം വിയർക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം നമുക്കിത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് മസിലിനും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ടയർഡ് ആവുന്നത്, കിതയ്ക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതേ കണക്ക് തന്നെ ചെയ്യുക. ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ നമ്മൾ വെറുതെ കിടന്ന് നടന്നുകൊണ്ടോ അല്ലെ കുറച്ച് കാർഡിയോ എക്സസൈസുകൾ ചെയ്യുന്ന കണക്കല്ല നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുന്നത്. അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പേശികളുടെ ബലം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുവഴി നിങ്ങൾക്ക് മറ്റുള്ള ഏത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെയും കാട്ടി നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാണ് സ്ട്രെങ്ത് ട്രെയിനിങ് വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഒറ്റ വർക്കൗട്ടും കൂടി അവശേഷിക്കുന്നുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അപ്പം അതും കൂടെ നമുക്ക് ചെയ്ത് നമുക്ക് നിർത്താം. അപ്പം ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കാം. നിങ്ങൾക്ക് ഇതേ കണക്ക് കാല് നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ മതി. വേറെ ഒരു വേരിയേഷൻസും നമ്മൾ പോകുന്നില്ല. എല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ബോട്ടിലിൽ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന കണക്ക് പിടിക്കാം. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ 1,
2 3 4 5, come on, 6 7 8 9. മാക്സിമം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക സൈഡിലോട്ട്. 1 2 3 4 5 6. ഇത് റഷ്യൻ ടെസ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഇത് നിങ്ങളുടെ കോർ മസിലിന്, ഈ സൈഡിലത്തെ ഒബ്ലിക്സ് മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ ബലപ്പെടുത്താനും ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഡമ്പൽ, ഒരു 2 kg ഒക്കെ ഡമ്പൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് മേടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. അത് മേടിക്കാനുള്ള നിർവാഹമൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്ന വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിങ്ങളൊരു 45 വയസ്സായി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നടക്കാൻ പൊക്കോളൂ, അല്ലെങ്കിൽ എന്നും നിങ്ങൾ നടക്കാൻ പൊക്കോളൂ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. പക്ഷേ ഈ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. നിങ്ങൾ ഇന്ന് എൻ്റെ ഒപ്പം ഈ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം നിങ്ങൾ വീഡിയോ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരാഴ്ചയായി കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിക്കൊള്ളുക. ബ്രീത്തിങ്ങും അതിൻ്റെ ഫോമും ഒക്കെ പ്രോപ്പറാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. ഡയറ്റ് നല്ല രീതിയിൽ ഒരു ഡയറ്റും കൂടെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.